എങ്ങനെയാണ് പ്രസാദിപ്പിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം 5-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം പറയുന്നുണ്ട്, ഹൗ ഡിഡ് ഈനോക്ക് പ്ലീസ് ഗോഡ്. ആർക്കൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ താല്പര്യമുണ്ട് ഇവിടെ? എങ്കിൽ നമുക്ക് വായിച്ച് കേൾക്കാം, എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക. ജെനസിസ് 5:24. ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. പിന്നെ അവനെ കണ്ടിട്ടില്ല. പക്ഷേ ദൈവം അവനെ എടുത്തു. പക്ഷെ എങ്ങനെയാണ് അങ്ങനെ ജീവിച്ചതെന്ന് നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു കേൾക്കാം. ജെനസിസ് 5-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നുണ്ട്, ആൻഡ് ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ് ആൻഡ് ഹി വാസ് നോട്ട്, ഫോർ ഗോഡ് ടുക്ക് ഹിം. അവൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൂടെ നടന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ എടുത്തു. അവനെ ആരും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെല്ലാവരും എടുക്കപ്പെടും. എടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവം? എങ്ങനെയായിരിക്കണം? നമ്മൾ ദൈവത്തോടു കൂടി നടക്കണം. ദൈവത്തോടു കൂടി നടക്കുന്നവരെ എടുക്കപ്പെടുകയുള്ളൂ. സത്യം മനസ്സിലാക്കണം. നല്ല ക്രിസ്ത്യാനി പേരുണ്ടായിരിക്കും, നല്ല ക്രിസ്ത്യാനി കുടുംബത്തിലായിരിക്കും ജനിച്ചിരിക്കുന്നത്, നല്ല ക്രിസ്ത്യാനികളൊക്കെ സാധാരണ ചെയ്യുന്ന തരത്തിലുള്ള പല ആചാരവും അനുഷ്ഠാനവും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്നവനായിരിക്കും. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവനാണോ? ആർ യു വാക്കിംഗ് വിത്ത് ഗോഡ്? കാരണം വെൻ ദ റാപ്ചർ ഹാപ്പൻസ്, നമ്മൾ മനസ്സിലാക്കണം കേട്ടോ, ഈനോക്കിന് സംഭവിച്ചത് റാപ്ചറാണ്. വെൻ ദ റാപ്ചർ ഹാപ്പൻസ്, ദൈവത്തോടു കൂടി നടക്കുന്നവരെ മാത്രമേ ദൈവം എടുക്കുകയുള്ളൂ. സോ യു ഹാവ് ടു വാക്ക് വിത്ത് ഗോഡ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരെ മാത്രം ദൈവം കൊണ്ടുപോകുള്ളൂ, അല്ലേ? അൺലെസ് യു പ്ലീസ് ഗോഡ്, ഹൗ വിൽ ഹി ടേക്ക് യു? ആൻഡ് ദ സൈൻ ഓഫ് പ്ലീസിങ് ഗോഡ് ഇസ് യു വാക്ക് വിത്ത് ഗോഡ്. അവനോടുകൂടി എങ്ങനെയാണ് നടക്കുന്നത്? സങ്കീർത്തനം 119 105-ാമത്തെ വചനം പറയുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ പാതകൾക്കൊരു വിളക്കും എൻ്റെ പാതയ്ക്കൊരു വെളിച്ചവുമായിരിക്കണം. Your word is a lamp unto my feet and a light unto my path. അങ്ങനെയുള്ളവനാണ് ദൈവത്തോടു കൂടി നടക്കുക. നമ്മൾ ഒരു വെളിച്ചം വെച്ച്, ഒരു ടോർച്ച് വെച്ച് രാത്രി നടക്കുമ്പോൾ നമ്മുടെ ടോർച്ചും വെളിച്ചവും നമ്മുടെ കൂടെ വരികയല്ലേ? ജീസസ് is the light of the world, and the light, it's a light for your feet and a light for your path. അങ്ങനെ പ്രിയപ്പെട്ടവരെ നടക്കുന്നവരെയാണ് യേശു ക്രിസ്തു രണ്ടാമത്. ആരൊക്കെ വിശ്വസിക്കും രണ്ടാമത് വരും? ആരൊക്കെ വിശ്വസിക്കും? സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഈ അവസരം പാഴാക്കരുത്. Repent, reconcile with God, so that when he comes, you will be taken up with him. When he comes, you will be found without blemish or spot, a bride prepared for the groom. God is giving you. ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം തരികയാണ്. എന്തുമാത്രം അവസരം തരികയാണ് പ്രിയപ്പെട്ടവരെ. പലവരും എന്താണ്, ഒരു സ്ഥലത്തോട്ട് പുറത്തോട്ട് പോയി പെട്ടെന്ന് ആക്സിഡൻ്റായി മരിച്ചു. അങ്ങനെ എന്തുമാത്രം നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, വി മസ്റ്റ് ബി പ്രിപ്പയർഡ്. യേശു ക്രിസ്തു എന്നാ വരുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ആർക്കെങ്കിലും അറിയാവോ? See, we don't know when he will come, but he will come, that is sure. അതുകൊണ്ട് നമ്മളെല്ലാവരും അവൻ്റെ വരവിനായിട്ട് ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടിയുള്ളൊരു നടപ്പാണ്. ഫെയ്ത്ത് ഈസ് എ വാക്ക് വിത്ത് ഗോഡ്. അവനോടുകൂടി നടക്കണം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ അവൻ്റെ സ്വരം കേട്ട് എബ്രാഹിമിനെ പോലെ നമ്മൾ അനുസരിക്കുന്നവരായിരിക്കണം, വചനം അനുസരിക്കുന്നവരായിരിക്കണം. ഹെബ്രായർക്കുള്ള ലേഖനം 11-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ആ എബ്രാഹിമിൻ്റെ ആ മനോഭാവം, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുകൂടി നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മനോഭാവം വേണം. വായിച്ച്. വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾക്കും ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. എങ്ങോട്ടാ? അവൻ്റെ വിശ്രമത്തിലേക്ക്. അവൻ വിളിക്കുമ്പോൾ നമ്മൾ ഇറങ്ങണം. അല്ലാതെ അവിടെ മരിച്ചാൽ അടക്കാൻ സ്ഥലമുണ്ടോ, അല്ലേ, മക്കളെ കെട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണോ ഇറങ്ങേണ്ടത്? അല്ല. എബ്രഹാം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഐ ജസ്റ്റ് റീഡ് ഇൻ ഇംഗ്ലീഷ്. Hebrews 11:8. By faith Abraham obeyed when he was called to go out to the place which he would receive as an inheritance. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നത്, and he went out not knowing where he was going.
അവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ അവൻ ഇറങ്ങി. പക്ഷെ അവൻ അറിയാമായിരുന്നു അവൻ വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ ഒരു അവകാശം തരാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭൗതിക തലത്തിലുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്ടിൽ ചിലപ്പോൾ അതൊക്കെ ഒരു ഭോഷത്വമായിരിക്കും. നിങ്ങളിപ്പോൾ നല്ലൊരു കംഫർട്ടബിളായിട്ടാണ് നിങ്ങളുടെ സമൂഹത്തിൽ നല്ലൊരു കംഫർട്ടബിളായിട്ട് ജീവിക്കുകയാണ്. എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ തോളെ കൈയിട്ട് പാടുന്നുണ്ട്. നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും പ്രിയങ്കരനായ വ്യക്തിയായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു എബ്രാഹവും. നിങ്ങളെക്കാളും എന്നെക്കാളും നിങ്ങളെക്കാളും ഒക്കെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവന് ദൈവത്തിൻ്റെ ഒരു വിളി കേട്ടു. ആ വിളി കേട്ടപ്പോൾ അതനുസരിക്കുവാൻ ഒരു തീരുമാനമെടുത്തു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആ വിളി കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ വിളിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ദൈവം വിളിക്കുന്നത് നിങ്ങൾക്കൊരു അവകാശം തരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ നിങ്ങൾ അതിന് പ്രതികരിക്കണം. കാരണം വിശ്വാസം എന്തുവഴിയാണ് വരുന്നത്? കേൾവി വഴി. റോമാർക്ക് ലേഖനം പറയുന്നുണ്ട് വിശ്വാസം കേൾവി വഴി. കടങ്കഥയുടെ കേൾവിയാണോ? റിഡിൽസോ ജോക്സിൻ്റെ കേൾവിയാണോ? അല്ല. എന്തിൻ്റെ കേൾവിയാണ്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവി, ദൈവത്തിൻ്റെ സ്വരത്തിൻ്റെ കേൾവി. നിങ്ങളോടിപ്പോൾ ദൈവം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ അതിന് യെസ് ലോർഡ്. നമുക്കറിയാം സാമുവേൽ പ്രവാചകൻ അല്ലേ, ശിശുവായിരുന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു. അവൻ പറഞ്ഞു യെസ് ലോർഡ്, യുവർ സെർവന്റ് ഈസ് ലിസണിങ്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അതനുസരിക്കാനും സന്നദ്ധ കാണിക്കണം, തയ്യാറായിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല, ദൈവം മാനിക്കും, ലജ്ജിക്കുകയില്ല. കാരണം റോമാർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ വചനം പറയുന്നതാണ് ഐ ആം നോട്ട് ashamed of the gospel of Christ because it is the power of God unto salvation. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ ലജ്ജിപ്പിക്കുകയില്ല. those who believe in me I will not put them to shame. കാരണം എന്താണ്? ദൈവം നമ്മളെ ലജ്ജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ആർക്കാണ് ലജ്ജ കിട്ടുന്നത്? ദൈവത്തിന് തന്നെയാണ് ലജ്ജ. കാരണം മനുഷ്യർ പറയും അവൻ യേശുവിൻ്റെ അനുഗാമിയായിരുന്നു, എന്നിട്ട് നോക്കി ഇവനെന്ത് സംഭവിച്ചു എന്ന്. He will not permit you to be put to shame. I can assure you. He will uphold you. ഹല്ലേലൂയ. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. there is only one reason why you can put your trust in Jesus. അത് 1 തെസ്സലോനിയൻ 5:24 വളരെ വ്യക്തമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നുണ്ട്. 1 തെസ്സലോനിയൻ 5:24. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവൻ വിശ്വസ്തൻ മാത്രമല്ല, അത് അവന് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനുമാണ്. ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ നമ്മൾ അവൻ്റെ വിളി കേട്ട് ഇറങ്ങാനായിട്ട്. പിന്നെയും 2 തിമോത്തി 2-ാമത്തെ വചനം, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ബിക്കോസ് ഗോഡ് ഈസ് ട്രൂത്ത്. There is no falsehood in God. അല്ലേ? പിന്നെയും എബ്രഹാം അവൻ്റെ വിളി കേട്ട് ഇറങ്ങിയതിൻ്റെ വേറൊരു കാരണം റോമാർക്കുള്ള ലേഖനം 4-ാമത്തെ വചനം. ഇവിടെ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഉൾക്കൊള്ളണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ കൊള്ളുന്നതാണ്. അവൻ്റെ വാഗ്ദാനം മാനിക്കുന്നവനാണ്. He is a covenant keeping God. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടത്. I just read it in English. It is put more beautifully. And being fully convinced that what he had promised, he was also able to perform. What he had promised, he was able to perform. സോ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരു വാഗ്ദാനം ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ്. Are you with me? What he has promised, he is able to perform. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് with man it is impossible, but with God all things are possible. There is nothing impossible with our God. ഒന്ന് പറഞ്ഞേ, but with God all things are possible. ഹല്ലേലൂയ. ഹെബ്രായർക്കുള്ള ലേഖനം 6-ാമത്തെ വചനം, മാറ്റമില്ലാത്തതും ദൈവത്തെ സംബന്ധിച്ച് വ്യാജ്യമാകാത്തതുമായ ഈ 2 കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ വെക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെ മുറുകി പിടിക്കുന്നതിന് യത്നിക്കുന്ന നമുക്ക് വലിയ പ്രോത്സാഹനം ലഭിക്കുന്നു. നമുക്കൊരു വലിയൊരു പ്രത്യാശയുണ്ട്. ഇവിടെയൊക്കെ ആർക്കൊക്കെ പ്രത്യാശയുണ്ട്?
പ്രത്യാശ. ഹല്ലേലൂയ. ദാറ്റ് ഇസ് എ ഹോപ്പ്. പ്രിയപ്പെട്ടവർ, ആ പ്രത്യാശയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം റോമർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ആ പ്രത്യാശ എന്താണെന്നുള്ളത് ഒന്ന് വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ ആ പ്രത്യാശ, ആ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നെ ലജ്ജിപ്പിക്കുകയില്ല, എന്നെ നിരാശനാക്കുകയില്ല. എന്നെ നിരാശനാക്കുകയില്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞേ, എന്നെ നിരാശനാക്കുകയില്ല. Because if you have faith, if you have hope in God, it will not put you to shame. You will not be disappointed. There will be a time and a season that you have to wait for. And Devadana Vachanam parayunnu, he who waits upon the Lord will rise up with wings like eagles. Hallelujah. ദൈവം വചനത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഒരിക്കലും അവൻ ലജ്ജിപ്പിക്കുകയില്ല. കൊളോഷ്യൻസ് 1-ാമത്തെ അധ്യായം 5-ാമത്തെ വചനം ഒന്ന് വായിക്കോ. Because of the hope which is laid up for you in heaven, of which you heard before in the word of the truth of the gospel. ഇതിലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുള്ളത്. ദൈവത്തിൽ നമുക്ക് പ്രത്യാശ ഉണ്ടെങ്കിൽ അത് ഈ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. This is where God's hope is revealed. വായിച്ചേ. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു. നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷ സത്യത്തിന്റെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ച് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യാശ എവിടെയാണ് നമുക്ക് വെളിപ്പെടുന്നത്? ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. പിന്നെ റോമൻസ് 15-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം ഒന്ന് വായിക്കോ. മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിന് വേണ്ടിയാണ്, സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശ ഉളവാക്കാൻ വേണ്ടി. പ്രത്യാശ. അപ്പം നിങ്ങൾ ചില പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് മനസ്സ് കലങ്ങിയ ഒരു അവസ്ഥയുള്ളപ്പോൾ നിങ്ങൾ എവിടെ പോകണം? വചനത്തിലേക്ക് പോകണം. Are you with me? When you are, ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം പറയുന്നുണ്ടല്ലോ, let not your hearts be troubled. Believe in God, believe also in me എന്നാ പറയുന്നത്. ദൈവം പറയാണ്, ഡോണ്ട് ബി ട്രബിൾഡ്. അപ്പോൾ നമുക്ക് പ്രത്യാശ, നമുക്ക് ഏതെങ്കിലും ഒരു അവസ്ഥയിലാണ് നമ്മൾ ബുദ്ധിമുട്ട്, വിഷമം, അല്ലെങ്കിൽ നമുക്ക് ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് ഒന്നെങ്കിൽ രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, എനിക്ക് യു ആർ ഡൗൺ ആൻഡ് ഔട്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? പ്രത്യാശയുടെ. ദിസ് ഇസ് വേ യു ഗെറ്റ് ദ ഹോപ്പ്. കാരണം ഇവിടെ വാഗ്ദാനം ചെയ്തതിനേക്കാൾ വലിയൊരു വാഗ്ദാനം മനുഷ്യന് തരാൻ പറ്റുകയില്ല. Because with man it is impossible, but with God all things are possible. My dear brother, my dear sister, this is where you get the comfort. This is where you get the hope. And the hope does not disappoint me because of the love of God which has been poured out into my heart by the Spirit of the living God. ആ പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുകയില്ല. അപ്പോൾ ആരാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്? എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത്? എന്താണ്? അല്ല, പ്രത്യാശ എന്ന് പറയുന്നത് ആരാണ്? പ്രത്യാശ എന്താണ്? നമുക്ക് വചനത്തോടെ കേൾക്കാം. 1 തിമോത്തി 1-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം. നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശുക്രിസ്തുവിൻ്റെയും കൽപ്പനയാൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ എൻ്റെ യഥാർത്ഥ സന്താനമായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Sometimes the construction is much better in English, where you understand it. Okay, Paul, an apostle of Jesus Christ, by the commandment of God, our Savior, and the Lord Jesus Christ, our hope. And the Lord Jesus Christ, our hope. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും പ്രത്യാശ എവിടെ നിന്നാണ് ഉളവാകുന്നത്? യേശു ക്രിസ്തുവിൽ നിന്നാണ്. യേശു ക്രിസ്തുവാണ് എനിക്ക് പ്രത്യാശ തരുന്നത്. അതുകൊണ്ട് എനിക്ക് നിരാശനാകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പ്രത്യാശിക്കുന്നത് ഒരു വ്യക്തിയിലല്ല, ഞാൻ പ്രത്യാശിക്കുന്നത് യേശു ക്രിസ്തുവിൽ തന്നെയാണ്. Are you with me? Hallelujah. We serve a mighty God. We serve a mighty God. Hallelujah. കൊളോഷ്യൻസ് 1-ാമത്തെ അധ്യായം 27-ാമത്തെ വചനം ഒന്ന് വായിക്കാം. Colossians 1:27. അവിടെ പറയുന്നുണ്ട്, Christ in you, the hope of glory. Hallelujah. Christ in you, the hope of glory. Hallelujah. വായിക്കേ.
തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിൻ്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുന്നുണ്ടെങ്കിൽ the glory of God is in us. The hope Jesus Christ is in us. പിന്നെ നമ്മൾ വേറെ എവിടെയാണ് പോകേണ്ടത്? ഒരിടത്തും പോകണ്ട. ആ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കൽ പോയാൽ മതി. ഹല്ലേലൂയ. നമുക്ക് 2 ദിനവൃത്താന്തം, that is 2 Chronicles 20 വായിക്കുകയാണെങ്കിൽ അവിടെ ജഷഫാത്ത് എന്ന് പറയുന്ന ഒരു രാജാവ് അവിടെയുണ്ട്. ആ രാജാവിൻ്റെ എതിരെ 3 സൈന്യങ്ങൾ വരികയാണ് രാജാവിൻ്റെ എതിരെ മല്ലിടാനായിട്ട്. അപ്പോൾ രാജാവിന് മനസ്സിലായി അവരോട് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഫ്ലഷിൽ അവരോട് യുദ്ധം ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് തോൽവി തന്നെയാണ്. Then he turns to the Lord and says, Lord, I don't know what to do, but my face is toward you. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ മുഖം നിന്നിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, that is a hope. എപ്പോഴും നമ്മൾ നിരാശരാകാതെ അവനിൽ വേണം എൻ്റെയും നിങ്ങളുടെയും പ്രത്യാശ വരാനായിട്ട്. അപ്പോൾ ദൈവം എന്തു പറഞ്ഞു? നീ ഭയപ്പെടേണ്ട. The battle belongs to the Lord. You just stand still and see the victory that I'm going to bring. Hallelujah. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല പോരാട്ടങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കേണ്ടത് എവിടെ? മനുഷ്യനിലല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിലല്ല നോക്കേണ്ടത്. അതിനുപരി നിങ്ങൾ നോക്കേണ്ടത് യേശു ക്രിസ്തുവിലേക്കാണ്. നിങ്ങൾ ഏറ്റു പറയണം, യേശുവേ, I don't know what to do, but my face is toward you, because I seek your face. Then the Lord will speak to you. My child, don't bother. The battle belongs to me. Hallelujah. Hallelujah. Whoever is going through any struggle, I can tell you, turn to the Lord, face him, and he will fight for you. He will fight for you. വചനം പറയുന്നുണ്ടല്ലോ, the Lord is my tower, the righteous run into it and they are safe. അവൻ നമ്മളുടെ കോട്ടയാണ്. അവനിലേക്ക് ഓടി ഒളിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ആ വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഡൈനാമിക്. ഇറ്റ് ഈസ് എൻ എവറി ഡേ ഫെയ്ത്ത്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും 2 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വിശ്വാസമല്ല. ഇന്നത്തെ വിശ്വാസം കൊണ്ട് നാളെ പോരാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ വിശ്വാസം കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റുകയില്ല. ഇറ്റ് ഈസ് എ ഓൺ ഗോയിങ് ഫെയ്ത്ത്. ആർ യു വിത്ത് മീ? ക്യാൻ യു ബ്രീത്ത് ആൻഡ് ലിവ് ഓൺ യെസ്റ്റർഡേസ് ഫുഡ്? നോ. You need today, you need fresh manna, you need fresh air, you need everything fresh. You need fresh faith, new faith. അതാണ് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുന്നു. From day to day he lives by faith. It is not on yesterday's faith that you can live today. You have to live by today's faith. Are you with me? Hallelujah. Hallelujah. പിന്നെ യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-3 വചനങ്ങൾ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആകുകയും ചെയ്യും. ഇത് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളതാണ്. വിശ്വാസം, the faith can be drained. വിശ്വാസം can be drained also. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ വിശ്വാസത്താൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുമായിരിക്കും, ഒന്നും നടക്കുന്നില്ല. Nothing happens. There is a draining of your faith. So അത് യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഹിതമായിരിക്കുകയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും എന്താണ്, ദൈവം പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കുക, അവന് സൗഖ്യം കിട്ടും. അവന് സൗഖ്യം ഒന്നും കിട്ടിയില്ല. There is a test. അതൊന്നും കൂടെ വായിച്ചേ വചനം. James 1:2-3. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന്. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കും. There will be testing of your faith. Don't get drained out. എങ്ങനെയാണ് ഡ്രെയിൻഡ് ഔട്ട് ആയാതിരിക്കാൻ പറ്റുക? യു മസ്റ്റ് ഈറ്റ് ഫുഡ്. അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഡ്രെയിൻഡ് ഔട്ട് ആകുമ്പോൾ ഡീഹൈഡ്രേഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ വെള്ളം കുടിക്കും. So when your faith goes, you have to fill yourself with faith. എങ്ങനെയാണ്? Yes, Romans 10:17 says, faith comes by hearing and hearing of the word of God.
അപ്പോൾ when I am drained in my faith, I have not to get discouraged, but I have to read the word more, so I'll be filled with faith. Are you with me? പലവരും നിരാശരാകും. ഞാൻ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത് പ്രാവശ്യം ഒന്നും സംഭവിച്ചില്ല, ഓ ഇതൊക്കെ വെറും കളിപ്പീര എന്ന് പറഞ്ഞിട്ട് ഇട്ടു പോകും. No, when there is a draining of your faith, fill yourself again with faith. അല്ലേ? You have to read the word of God. വിശ്വാസം കേൾവി വഴി. കേൾവി എന്തിൻ്റെ? ദൈവത്തിൻ്റെ വചനം വഴി. അതുകൊണ്ട് we have to spend time reading the word of God. You have to spend time sitting in the presence of God. Hallelujah. കാരണം എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? അങ്ങനെ ആ വിശ്വാസം, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് വിശ്വാസത്തിൽ എനിക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുന്നത്? മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ വചനം പറയുന്നത്, man does not live by bread alone, but by every word that proceeds from the mouth of God. അല്ലേ? നമ്മൾക്കപ്പം ആത്മീയ തലത്തിൽ നമുക്കൊരു പോഷിപ്പിക്കുവാൻ, to be encouraged, to be strengthened in the spirit, you need to read and take in the word of God. വചനം വായിക്കുക. അങ്ങനെ വായിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് കിട്ടും. ഹല്ലേലൂയ. കാരണം 2 കൊരിന്ത്യൻസ് 5-ാമത്തെ വചനം പറയുന്നുണ്ട്, for we walk by faith and not by sight. നമ്മൾ വിശ്വാസം വഴി ആണ് നടക്കുന്നത്. ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിക്കാമോ? ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. പലവരും കാഴ്ചയിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് സാത്താൻ ആ കാഴ്ച ഉപയോഗിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. അവിടെ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ നല്ല മണം വന്നു, വേറെ ആൾ പ്രാർത്ഥിച്ചപ്പോൾ കയ്യിൽ നിന്ന് പാല് വന്നു, വേറെ കഴിച്ചപ്പോൾ ഒരു കണ്ണിൽ നിന്ന് ചോര വന്നു, അങ്ങനെ വേറെ ആളുടെ നെഞ്ചത്ത് നോക്കിയപ്പോൾ ഒരു പടം കണ്ടു. അങ്ങനെ പല പല കാഴ്ചകൾ. പ്രിയപ്പെട്ടവരെ, കാഴ്ചയുടെ ആവശ്യമില്ല. കാരണം കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം. ലൂക്കായുടെ സുവിശേഷം 11-ാം സഹോദര സഹോദരി, നിങ്ങൾ കാഴ്ചയുടെ മുകളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള വചനമാണിത്. ദൈവം എങ്ങനെയാണ് നിങ്ങളെ കരുതുമെന്ന് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 11-ാം വചനം. ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറ ഇത് അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. യോനായുടെ അടയാളം ഇവിടെ പറയും തിമിംഗലവും യോനായ 3 ദിവസം കഴിഞ്ഞ് ഛർദ്ദിച്ചതല്ല. അവിടെ പറയുന്ന യോനായുടെ അടയാളം, it is the shadow of Jesus Christ who was in the belly of the earth and he resurrected with power. That is a sign of Jesus Christ. അവനല്ലാതെ വേറെ അടയാളമില്ല. അതുകൊണ്ട് നമുക്കറിയാം, യേശു ക്രിസ്തു വേറൊരു താക്കീത് കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം, അല്ലേ? നമ്മുടെ തോമയോട് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ ആരാ ഭാഗ്യവാൻ? കാണാം. അപ്പൊ അടയാളവും ഒക്കെ കണ്ട് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനാണോ? അല്ല. കാരണം നമ്മൾ മനസ്സിലാക്കണം, അടയാളങ്ങളല്ല നമ്മളെ വിശ്വസിക്കേണ്ടത്, വചനമാണ്. വചനത്തിൽ വിശ്വസിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അല്ല കണ്ണുനീരും മണവും പാലും തേനും ഒക്കെ കണ്ടിട്ടല്ല വിശ്വാസം വരേണ്ടത്. വിശ്വാസം വരേണ്ടത് വചനത്തിൽ നിന്നാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലായിരിക്കണം വിശ്വാസം. യേശു ക്രിസ്തുവിലായിരിക്കണം വിശ്വാസം. അവൻ്റെ നാമം ദൈവ വചനം എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 31-ാമത്തെ വചനം വായിക്കാം. അവിടെ പറയുന്നുണ്ട്, നമുക്കറിയാം ലാസറസും ധനികൻ്റെ ഒരു ഉപമ അറിയാമല്ലോ, അല്ലേ? ലാസറസ് പറഞ്ഞു, ഹല്ലേലൂയ, അവിടെ ലാസറസ് എബ്രഹാമിൻ്റെ മടിയിലായിരുന്നു. ആ ധനികൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ രക്ഷപ്പെടാനായിട്ട് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാനായിട്ട്. എങ്ങനെയാണ്? മരിച്ചവരിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് എഴുന്നേറ്റ് വരികയാണെങ്കിൽ അവർ വിശ്വസിക്കും. യേശുക്രിസ്തു എന്തു പറഞ്ഞു? എബ്രഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. യേശുവല്ല, എബ്രഹാം പറഞ്ഞത്. എബ്രഹാം പറഞ്ഞെന്താ? മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്തിട്ടുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുകയില്ല. കാരണം അവർ അതിനേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പ്രവാചകന്മാരുടെ ആ വചനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്താൻ വിശ്വസിക്കും? I'll just read it. But he said to him, if they do not hear Moses and the prophets, neither will they be persuaded, though one rise from the dead. അപ്പോൾ വിശ്വാസം കേൾവി, യേശു ക്രിസ്തുവിനുള്ള കേൾവിയിൽ നിന്നാണ് നമ്മളുടെ വിശ്വാസം വരേണ്ടത്. കാരണം എന്താണ്? സ്വർഗരാജ്യം എന്ന് പറയുന്നത് അത് വചനമാണ്.
വചനത്തിലുള്ള ശക്തി. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ് അണ്ടു സാൽവേഷൻ. പിന്നെ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണ്. പത്രോസിൻ്റെ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ആ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ യേശു ക്രിസ്തു പത്രോസ് ചോദിച്ചു, ഞാൻ നിൻ്റെ കൂടെ അങ്ങോട്ട് വരട്ടെ എന്ന്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, യേശു ക്രിസ്തു കടലിലായിരുന്നു, പത്രോസ് വഞ്ചിയിലായിരുന്നു. വഞ്ചിയിൽ നല്ല സുരക്ഷിതമുണ്ടായിരുന്നല്ലോ അല്ലേ? ഹി വാസ് ഇൻ ദ സെക്യൂരിറ്റി ഓഫ് ദ ബോട്ട്. യേശു ക്രിസ്തു എവിടെയായിരുന്നു? കടലിലാണ്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഞാൻ നിൻ്റെ കൂടെ വരട്ടെ എന്ന്. അപ്പോൾ പത്രോസ് എന്ത് പറഞ്ഞു? യേശു എന്ന് പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഹി ലെഫ്റ്റ് ദ സെക്യൂരിറ്റി ഓഫ് ദ ബോട്ട് ആൻഡ് ഹി ഗോട്ട് ഇൻ ടു ദ ഇൻസെക്യൂരിറ്റി ഓഫ് ദ വാട്ടർ. പക്ഷേ അവൻ്റെ വിശ്വാസം അവനെ കാത്തു. അവന് നടക്കാൻ പറ്റിയോ? നടന്നു. ഓഫ് കോഴ്സ് he walked till he changed his focus. ഹല്ലേലൂയ. അപ്പോൾ ആ സെക്യൂരിറ്റി ഓഫ് ദ ബോട്ടിൽ നിന്ന് നമ്മളെ സുരക്ഷിതമായി നിർത്തുന്ന ഏത് മേഖലയിൽ നിന്നും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിളി കേട്ട് വിശ്വാസത്താൽ നിങ്ങൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്താൽ നിങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ നോട്ടം മാറ്റിയാൽ, എന്നിട്ട് സാഹചര്യത്തെ നോക്കിയാൽ, അവിടെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ ഭയത്തിലേക്ക് പോകും. ഭയം വരുമെന്ന് സംഭവിക്കും? The possible will happen. Earlier you were doing the impossible. അല്ലേ? ഇമ്പോസിബിൾ ചെയ്ത ആൾക്ക് ഭയപ്പെടുമ്പോൾ he will become the possible. എന്ത് പറ്റും? വെള്ളത്തെ നടന്നാൽ എന്ത് പറ്റും? പോസിബിൾ എന്താ? മുങ്ങിപ്പോകും. So when you are in faith you do impossible. And when you are പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? So you must understand something. When you walk by faith you do impossible things. Because with God nothing is impossible. Because you rely on Jesus Christ, not because of your ability, but because of the ability of Jesus who resides in you. Hallelujah. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ മനുഷ്യനെല്ലാം ആശ്രയിക്കുന്നത്, എൻ്റെ കഴിവിലെല്ലാം ആശ്രയിക്കുന്നത്, എൻ്റെ ബുദ്ധിയിലോ എൻ്റെ സാമ്പത്തിക ശേഷിയിലോ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിലുള്ള എൻ്റെ ഇൻ മൈ ഇൻഫ്ലുവൻസ്, എൻ്റെ what you call influence in society. എല്ലാവർക്കും അറിയാമല്ലോ, ഇൻഫ്ലുവൻസ് സൊസൈറ്റി, സ്വാധീനം. ഹല്ലേലൂയ. സമൂഹത്തിലുള്ള സ്വാധീനം, അതിനെ ഒന്നുമല്ല ഞാൻ ആശ്രയിക്കാൻ പോകുന്നത്. എൻ്റെ ക്രിസ്ത്യ ജീവിതം ഇനി ഞാൻ ആശ്രയിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളവരാണ് ദൈവം നീതിയായിട്ട് കണക്കാക്കുന്നത്. ഈ ദൈവത്തിൻ്റെ വചനം എബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, ഹി വാസ് കോൾഡ് എ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു കൂട്ടുകാരനാണ് വിളിക്കുന്നത്. വാട്ട് എ പ്രിവിലേജ്. ദ ക്രിയേറ്റർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്. ഇവിടെ ഒരു ചെറിയ ഒരാളെ അവൻ്റെ സഹോദരൻ അല്ല അവൻ്റെ കൂട്ടുകാരൻ എന്ന് വിളിക്കുക. എ ഫ്രണ്ട് ഓഫ് ഗോഡ്. But today the good news is you are not only a friend, you are a son and a daughter of God. Hallelujah. കാരണം എബ്രഹാം ഉണ്ടായിരുന്നപ്പോൾ മകനും മകളും അവനുള്ള അവകാശമില്ലായിരുന്നു. ഫ്രണ്ട് വാസ് ദ മാക്സിമം. Are you with me? എബ്രഹാം ഉണ്ടായിരുന്നപ്പോൾ എബ്രഹാമിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റുന്നത് ഫ്രണ്ട് എന്നായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് പ്രിയപ്പെട്ടു, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞില്ലേ, ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച്, ഹി വാസ് ദ ഗ്രേറ്റസ്റ്റ് എമംഗ് മെൻ പീപ്പിൾ ഹു ആർ ബോൺ അല്ലേ? പക്ഷേ പറയുന്നത് സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാൾ വലിയവനാണ്. കാരണം ഇന്ന് എനിക്കും നിങ്ങൾക്കും യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതിൻ്റെ ആ ഒരേ ഒറ്റ കാരണത്താൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ മകനും മകളും ആവാനുള്ള അവകാശമുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനും മകളും ആകുകയാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ ഒരു അംഗമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് ദാറ്റ് ഈച്ച് വൺ ഓഫ് us can have. Are we lucky lot? We are such a privilege. I wouldn't call it lucky. There is no luck. അവിടെ luck അല്ല. Sorry, I'm so sorry for using the word lucky. It is the grace of God. Aren't we the recipients of the grace of God? We are the recipients of the favor of God. We must be so happy and rejoicing and thankful generation. Hallelujah. കാരണം നമ്മൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. You don't know how privileged each one of you are. If you have Jesus Christ as your Lord and as your Master and as your King, if you have surrendered your life to Jesus, my dear brother, my dear sister, whatever you acquire, whatever you conquer ഈ ലോകത്തിൽ എന്ത് നിങ്ങൾ സമ്പാദിച്ചാലും, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, what does it profit a man if he gains the whole world but suffers the loss of his soul? So what is the most precious thing that you have is eternal life with Jesus Christ. And that can be assured today if you give your life to Jesus.
It can be assured. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം റോമൻസ് 8 എന്ന് പറയുന്നത്, there is therefore now no condemnation for those who are in Christ Jesus, who walketh not according to the flesh, but according to the Spirit, who are Lord not led according to the world, but according to the Spirit. You must take a decision, a conscious decision. ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ ഈ നിമിഷം മുതൽ ഞാൻ ഇനി എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയാണ്. അവൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. കാരണം ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതുന്നത് എൻ്റെ നിത്യത യേശുവിൻ്റെ കൂടെ ചെലവഴിക്കുവാൻ വേണ്ടിയാണ്. ആരെങ്കിലും ഒരു തീരുമാനമെടുക്കും? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. Father, we thank you for this day. We thank you for your blessings, oh Lord. Oh, we thank you for the words that you have spoken to us. We lift up every brother, every sister who is here today. Bless them and bless their families. We lift up every brother and sister who will listen to these words at any point of time. Oh Father, release your favor, release your mercy and your compassion upon them. Attract them to your Son Jesus. Attract them to life. Father, we make this prayer in the most adorable and precious name of your Son